ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് പാതിരാവിൽ നെഹ്റു കൊടിയുയർത്താൻ വന്നത്, ദേശീയ പതാക ഉയർത്താൻ വന്നത് എഡ്വിന മൗണ്ട് ബാറ്റൻ്റെ മുറിയിൽ നിന്നാണ് എന്നൊരു പറച്ചിൽ ഒരുപാട് കാലമായി കേട്ടിട്ടുണ്ട്. അതിനകത്ത് വല്ല കാര്യമുണ്ട്? എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ട് പ്രണയം മാത്രമല്ല മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാണ്. കാരണം എഡ്വിനെയും മറ്റേ പ്രണയം ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അതിപ്പോ പ്രണയം മാത്രമല്ല മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആകാംക്ഷയുടെ കാത് കൂർപ്പിച്ചിരിക്കുകയായിരുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവും കൂടിയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. രാഷ്ട്രീയവും സംസാരിക്കുമായിരുന്നു എഡ്വിനയുടെ. രാഷ്ട്രീയവും ചില രാഷ്ട്രീയ തീരുമാനങ്ങളും ഒക്കെ എടുത്തത് എഡ്വിനയുടെ മുറിയിൽ വെച്ചാണ്. അത് നമ്മൾ സംസാരത്തിന്റെ മൗണ്ട് ബാറ്റനേക്കാളും ഡിസിഷൻ മേക്കർ എഡ്വിനെയായിരുന്നു. അക്കാര്യത്തിലൊന്നും സംശയമില്ല. അതായത് ചില തീരുമാനങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ നെഹ്റു സമ്മതിക്കില്ല എന്ന് തോന്നിയാൽ എഡ്വിനെ പറഞ്ഞു വിടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ തുടങ്ങണമല്ലോ. അപ്പോൾ ഇത് ഈ ലൂയി മൗണ്ട് ബാറ്റനേക്കാൾ രണ്ടുപേരും അത്യാവശ്യം പ്രഭു കുടുംബങ്ങളിൽപ്പെട്ടതാണ്. മൗണ്ട് ബാറ്റന് ശരിക്കും ആ രാജകുടുംബമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. കുറച്ചുകൂടി ഈ ധനിക കുടുംബം ഈ എഡ്വിനയുടേത് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ 20 വയസ്സിലാണ് കല്യാണം എഡ്വിനയുടെ. ഈ മൗണ്ട് ബാറ്റൻ ആ സമയത്ത് ബർമയില് ഈ നാവിക സേനയിലാണല്ലോ. മിക്കവാറും സമയത്ത് കടലിലൊക്കെയാണ്. ഈ ദാമ്പത്യത്തിൽ ഈ രാത്രിയൊക്കെ വളരെ പ്രധാനമല്ലേ. രാത്രിയിലൊക്കെ കടലിലാണ് ഈ മൗണ്ട് ബാറ്റൻ. ഇവർ കരയിലുമാണ്. ഇവർക്ക് ആ വിവാഹം കഴിയുന്ന സമയത്ത് 20 വയസ്സൊക്കെ ആവുമ്പോൾ മുത്തച്ഛൻ്റെ തന്നെ സ്വത്ത്, ഭീമമായ സ്വത്തൊക്കെ ഇവർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പണം, മൗണ്ട് ബാറ്റനേക്കാൾ കൂടുതൽ ധനികയാണ് ഇവർ ആ കാലത്ത്. അത് നമ്മൾ ഈ ബന്ധങ്ങളിലൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവര് കാലിഫോർണിയയിലാണ് ഈ മധുവിധുവിന് പോയത്. അധികം ആളുകൾക്ക് അറിയാത്തൊരു സംഗതി, ആ സമയത്ത് ചാർലി ചാപ്ലിൻ ഇവര് രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു സൈലന്റ് മൂവി ചെയ്തു. ഇവർ രണ്ടുപേരും മൗണ്ട് ബാറ്റനും നൈസ് ആൻഡ് ഫ്രണ്ട്ലി എന്നാണ് ആ സൈലന്റ് മൂവിയുടെ പേര്. അത് തിയേറ്ററുകളിൽ എത്തിയില്ല. അങ്ങനെ ഒരു സൈലന്റ് മൂവി ഉണ്ട്. അതിന്റെ പേരെന്താ? നൈസ് ആൻഡ് ഫ്രണ്ട്ലി. നൈസ് ആൻഡ് ഫ്രണ്ട്ലി, മനോഹരവും സൗഹാർദ്ദപരവും. അതെ, എന്നൊരു സിനിമ ചാർലി ചാപ്ലിൻ ഇവര് രണ്ടുപേരും വെച്ചിട്ട് ഒരു കൗതുകം തോന്നിയിട്ട് ഇംഗ്ലണ്ടിൽ നിന്നുള്ള 2 പ്രഭുക്കന്മാർ എന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതധികം ആളുകൾ പറയാത്ത കാര്യമാണ്. എഡ്വിന ആഷ്ലി മൗണ്ട് ബാറ്റനെ വിവാഹം ചെയ്യുന്നത് 1922 മെയ് 20, 1922. ഇവരുടെ ജീവചരിത്രം ലേഡി മൗണ്ട് ബാറ്റൻ്റെ മാത്രമായിട്ട് ജീവചരിത്രം ജാനറ്റ് മോർഗൻ എഴുതിയിട്ടുണ്ട്. ഇതിലാണ് ഈ കുറേ വിവരങ്ങളൊക്കെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി മാത്രം ജീവചരിത്രം എഴുതാൻ മാത്രം ഉണ്ട്. മാത്രമാണ്. അല്ല, നമ്മൾ പറയുമ്പോഴത്തേക്ക് നെഹ്റുവായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, ഒരു വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കഥകൾക്കപ്പുറത്ത് സ്വന്തമായി ഒരു മേൽവിലാസം, ഐഡന്റിറ്റി ഉള്ള ഒരു ലേഡി ആയിരുന്നു എഡ്വിന. മാത്രമല്ല, നെഹ്റു ഇങ്ങോട്ട് എഴുതിയിട്ടുള്ള കത്തുകൾ മുഴുവൻ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് ഈ എഡ്വിനയുടെ മൗണ്ട് ബാറ്റന്റെ മകള് പമേല ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്ത്യ റിമെമ്പേർഡ് എന്ന് പറഞ്ഞ. അതിൻ്റെ അകത്ത് ഈ പ്രണയത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുമുണ്ട്. അല്ല, അത് ഇംഗ്ലീഷുകാർക്ക് ഇത്തരം ഒരു അഫയറിനെ കുറിച്ച് പറയാൻ ചളിപ്പും ചമ്മലും ഒന്നും ഇല്ലാത്ത അവർ തുറന്നു പറയും, ഓപ്പൺ ആണല്ലോ. അതെ, അത് അവര് പറയാറുണ്ട്. നമുക്കാണ് പറയാനും നെഹ്റുവിന് ഇങ്ങനെ മൗണ്ട് ബാറ്റന്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്കാണ് ബുദ്ധിമുട്ട്. ABC എന്തിനാണ് ഈ അശ്ലീലം ചർച്ച ചെയ്യുന്നത് ചോദിക്കുന്ന ആളുകളുണ്ട്. ഉള്ളത് പറയണ്ടേ? ഇത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വെറുതെ വായിക്കുന്നത് വെറുതെയാണോ? ഇത് പ്രേക്ഷകർക്കും കൂടി പറഞ്ഞു കൊടുക്കാനല്ലേ. അപ്പോൾ ഇവർക്ക് 2 മക്കളാണ്, പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് സുന്ദരനാണ്. എന്നിട്ടും ഇവരിങ്ങനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവചരിത്രം എഴുതിയ ജാനറ്റ് മോർഗൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ബാറ്റന് ആണുങ്ങളോട്, യുവാക്കളോടായിരുന്നു പ്രിയം, ഹോമോസെക്ഷൽ ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 2 ദശകത്തോളം രണ്ടുപേരും 2 തരത്തിലുള്ള നേരം പോക്കുകൾ
അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൗണ്ട് ബാറ്റൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ ഇതിനെപ്പറ്റി? എഡ്വിന ആൻഡ് ഐ സ്പെൻഡ് all our married lives getting into other people's beds. ഞങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യം കൊണ്ടാടിയത് മറ്റുള്ളവരുടെ കിടക്കയിലാണെന്ന് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ഡൽഹി വേനലിൽ നെഹ്റുവിൻ്റെ വരാന്തയിലായിരുന്നു എഡ്വിന മിക്കവാറും എന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള വാചകമാണ്. നെഹ്റുവിൻ്റെ വരാന്തയിലായിരുന്നു അവർ മിക്കവാറും. ഇംഗ്ലണ്ടിൽ പോകുന്ന സമയത്ത് നെഹ്റു അവിടെ വെച്ചും എഡ്വിനെ കാണുമായിരുന്നു. ഡൽഹിയിൽ മാത്രമല്ല, പിന്നീട് പോകുമ്പോഴും ഈ മൗണ്ട് ബാറ്റൻ പോയ ശേഷവും ഇവിടുന്ന് പോയ ശേഷവും മൗണ്ട് ബാറ്റനോട് ഭയങ്കരമായ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനാണ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും ഗവർണർ ജനറൽ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നു. എഡ്വിനെ ഇവിടെ താമസിക്കണമല്ലോ. അതെ. ഈ പമീല എഴുതിയ ഇന്ത്യ റിമെമ്പേർഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1947 മോഷിബ്ര ഹിൽ സ്റ്റേഷനിൽ പോയി. നെഹ്റു ഉണ്ടായിരുന്നു, എഡ്വിനെ ഉണ്ടായിരുന്നു. മോഷിബ്ര ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷിംലയ്ക്കടുത്ത ഹിമാചൽ പ്രദേശിൽ. അവിടെ വെച്ചിട്ടാണ് അവർ അടുപ്പം ഉണ്ടായത് എന്നാണ് അവർ എഴുതുന്നത്. എന്നിട്ട് ആ ഹിൽ സ്റ്റേഷനിൽ പോയ ശേഷം നെഹ്റു ഒരു കത്ത് എഴുതി എഡ്വിനയ്ക്ക്. അതിൽ പറഞ്ഞു, അവിടെ വെച്ച് നാം തമ്മിൽ ആഴത്തിലുള്ള അടുപ്പം ഉണ്ടായി. ഏതോ ഒരു അനിയന്ത്രിത ശക്തി എന്നെ നിന്നിലേക്ക് ആകർഷിച്ചു, വലിച്ചടിപ്പിച്ചു. ഞാനത് ഞാൻ അറിയാതെ തന്നെ നാം തമ്മിൽ അടുപ്പമുണ്ടായി എന്ന് എഴുതിയിട്ടുണ്ട് കത്തിൽ. ഇത് ആ പമേല മകള് എഴുതുന്ന ബുക്കിലാണ്. എന്നിട്ട് പമേല അവകാശപ്പെടുന്നുണ്ട് അവർ തമ്മിൽ ശാരീരികമായ ഒരു അടുപ്പം ആയിരുന്നില്ല എന്ന് പമേല പറയുന്നുണ്ട്. പക്ഷെ എഡ്വിന ആൻഡ് നെഹ്റു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും പ്രണയത്തിനെ പറ്റി എഴുതിയ കാതറിൻ ക്ലെമന്റ് എഴുതിയ പുസ്തകം എഡ്വിന ആൻഡ് നെഹ്റു. അതിൽ പറയുന്നുണ്ട് എഡ്വിന ആൻഡ് നെഹ്റുവെ നോവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സൂത്രപ്പണി ചെയ്യുന്നതാണ്. ഇപ്പൊ ഗാന്ധിയെ പറ്റിയിട്ട് സുധീർ കാക്കർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, മീര ആൻഡ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അത് നോവൽ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. അത് ഈ മീര എന്ന് പറഞ്ഞാൽ മാദലിൻ സ്ലേഡ് എന്ന് പറഞ്ഞ അത് വേറെ കുറെ കാര്യങ്ങൾ ശരിക്കും ചരിത്ര കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ആളുകൾ ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നോവൽ എന്ന് കാക്കർ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന. അല്ലത് മാത്രമല്ല, എഡ്വിനയുടെ കാര്യം ഈ എഴുതിയിരിക്കുന്ന എഡ്വിനയുടെ മകളാണ്, പമേലയാണ്. പമേല അമ്മയ്ക്ക് നെഹ്റുവായിട്ട് ഫിസിക്കൽ റിലേഷൻസ് ഉണ്ടായിരുന്നു എന്ന് എഴുതൂല്ലല്ലോ. അല്ല, അവരെഴുതിയില്ല. സ്വാഭാവികമാണ്. അപ്പൊ മറ്റേ പുസ്തകത്തില് കാതറിൻ ക്ലെമന്റ് എഴുതുകയാണ്, എഡ്വിന ആൻഡ് നെഹ്റു എന്ന് പറഞ്ഞ പുസ്തകത്തിലെ നോവൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതുകയാണ്. അവര് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു, മൗണ്ട് ബാറ്റനുള്ള കത്തില് മൗണ്ട് ബാറ്റന് നെഹ്റുവായിട്ടുള്ള ബന്ധത്തിനെ പറ്റി എഡ്വിന എഴുതിയ കത്തില്, ഭർത്താവിന് എഴുതിയ കത്തില് അവർ റിലേഷൻഷിപ്പ് ഈസ് മോസ്റ്റ്ലി പ്ലാറ്റോണിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാറ്റോണിക് ലവ് ആയിരുന്നു മോസ്റ്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അല്ലാതെയും പ്ലാറ്റോണിക് അല്ലാതെയും ഉണ്ടെന്നാണല്ലോ അർത്ഥം. അതെ അതെ. അപ്പൊ മോസ്റ്റ്ലി ഇവിടെ ചേർക്കുമ്പോൾ അർത്ഥം മാറി. അപ്പൊ ശാരീരികവും കൂടിയാണെന്ന് ഇവർ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്. മൗണ്ട് ബാറ്റൻ ഈ ബന്ധം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. മൗണ്ട് ബാറ്റൻ വേറൊരു മകള് പട്രീഷ്യ, ഈ പമേല അല്ലാതെ പട്രീഷ്യക്ക് എഴുതി ഈ ബന്ധത്തിനെ പറ്റി. എഡ്വിന ആൻഡ് നെഹ്റു ആർ സ്വീറ്റ് ടുഗദർ, ദേ റിയലി ഡോട്ട് ഓൺ ഈച്ച് അതർ. അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്നേഹത്തിലാണ്. പമ്മി ആൻഡ് ഐ ആർ ഡൂയിങ് എവറിത്തിങ് വി ക്യാൻ ടു ബി ടാക്ട്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ. ഞങ്ങൾ തന്ത്രപരമായിട്ട് ഞങ്ങളുടെ ജീവിതം നടത്തിക്കൊണ്ടു പോകുന്നു. ആ പമേല തന്ത്രപരമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ടെന്ന്. അപ്പോൾ പമേല പുസ്തകത്തിൽ പറയുന്നുണ്ട്, there existed a happy threesome based on some firm understanding on all sides.
എന്ന് പറയുന്നുണ്ട്. പരസ്പരം സഹകരിച്ചും ഇത്രയും മനസ്സിലാക്കിയും ഒരു പ്രയോഗം അവിടെ അതെ, അതെ. വന്നിട്ടുണ്ട്. പരസ്പരം സഹകരിച്ചും സഹവർത്തിത്വത്തോടെയും ഒരു തൃത്വം അവിടെ ഉണ്ടായിരുന്നു. തൃത്വം ഉണ്ടായിരുന്നു എന്ന് പറയാം. ദിവസവും രാത്രി നെഹ്റു എഴുതുമായിരുന്നു. എല്ലാ ദിവസവും രാത്രി എഡ്വിനയ്ക്ക്. ഏത് രാജ്യഭാരമുള്ള ഒരാളാണ്, അയാൾക്ക് വേറെ ഫയൽ നോക്കാനൊന്നുമല്ല, രാത്രി എഴുതുമായിരുന്നു. ഫയലല്ലേ? ആണല്ലോ. എന്ത് ഒരുപാട് ജോലി ഭാരത്തിനിടയ്ക്ക് ഒരു റിലീഫ്, ഒരു റിലീഫ് വേണ്ടേ, എന്റർടൈൻമെന്റ്. 1948 മുതൽ 1960 വരെ 12 കൊല്ലം നിരന്തരം രാത്രി ഈ കാമുകിക്ക് എഴുതുമായിരുന്നു. അപ്പോൾ എഡ്വിനയുടെ ഒരു കത്ത് നെഹ്റുവിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്, നത്തിങ് ദാറ്റ് വി ഡിഡ് ഓർ ഫെൽറ്റ് വുഡ് എവർ ബി അലൗഡ് ടു കം ബിറ്റ്വീൻ യു ആൻഡ് യുവർ വർക്ക്. നമ്മൾ എന്ത് ചെയ്താലും അത് അങ്ങയുടെ ജോലിയെ ബാധിക്കില്ല. ഓർ മീ ആൻഡ് മൈൻ, എൻ്റെ ജോലിയെയും ബാധിക്കില്ല. ബിക്കോസ് ദാറ്റ് വുഡ് സ്പോയിൽ എവറിത്തിങ്. അത് നമ്മുടെ ജോലിയെ ബാധിച്ചാൽ നമ്മുടെ പ്രണയത്തിനെ തകർത്ത് കളയും, നശിപ്പിക്കും എന്നുള്ളതാണ്. ഇനിയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രണയം അത് പ്രണയമായിട്ട് മാത്രമാണോ നടന്നത്, അതോ നെഹ്റുവിൻ്റെ ഈ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയുടെ ഭാവിയിൽ ഇടപെട്ടിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ ഭാവിയെ വല്ലാതെ പുറകോട്ട് വലിച്ചൊരു നിർണായക തീരുമാനത്തിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് പമേല പോലും പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, മൗണ്ട് ബാറ്റൻ ആണ് നെഹ്റുവിനെ ഈ കശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്ക് വിടാം എന്ന് സമ്മതിപ്പിച്ചത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്ക് വിടേണ്ട ഒരു കാര്യമില്ല കശ്മീർ. അതെ, അതെ. പീക്കിരി രാഷ്ട്രമാണ്. അതിനെ ഇടിച്ചു നിരപ്പാക്കി നമുക്ക് കശ്മീർ മൊത്തം ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. ഈ POK എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്ക് കശ്മീർ പ്രശ്നം വിട്ടപ്പോൾ എന്ത് പറ്റി? ഇത് ആഗോള പ്രശ്നമായി. എപ്പോഴും ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രശ്നമായി. പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ കശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നത് അത് കാരണമാണ്. ഈ ചതി കാരണമാണ്. VK കൃഷ്ണമേനോൻ മണിക്കൂറുകൾ പ്രസംഗിച്ചു. 20 മിനിറ്റ് കൊണ്ട് മര്യാദയ്ക്ക് കാര്യം പറയേണ്ടതാണ് മര്യാദയ്ക്കുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇയാൾ മണിക്കൂറുകൾ സംസാരിച്ചത് വലിയ കാര്യമാണെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ അവസരം വെച്ചത് UN രക്ഷാസമിതിക്ക് ഇത് വിട്ടതാണ്. കശ്മീർ വിടാനുള്ള തീരുമാനം എടുത്തത് മൗണ്ട് ബാറ്റൻ എടുപ്പിച്ചു. അതിനുവേണ്ടി എഡ്വിനെ ഉപയോഗിച്ചു. അപ്പോൾ അത് 1948 സുരക്ഷാ സമിതിക്ക് വിടുന്നത്. നമുക്ക് പാകിസ്ഥാനെ ഓടിക്കാമായിരുന്നു, ധീരമായി അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ കരൺ താപ്പർ ഈ പുസ്തകം ഇറങ്ങിയ കാലത്ത് പമേലയെ അഭിമുഖം ചെയ്തിരുന്നു, മൗണ്ട് ബാറ്റൻ്റെ മകള്. ഇതിങ്ങനെയല്ലേ സംഭവിച്ചത് എന്ന് കരൺ താപ്പർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കശ്മീർ ഒരു വികാര പ്രശ്നമായിരുന്നു നെഹ്റുവിന്, ജനിച്ച സ്ഥലമാണല്ലോ, പക്ഷേ അതിൽ എഡ്വിന ഇടപെട്ടിരിക്കാനാണ് സാധ്യത എന്ന് പമേല പറഞ്ഞു. കാശ്മീർ പോയാലും നെഹ്റുവിന് വേണ്ടിയിരുന്നത് മുട്ടുമ്പോൾ തുറക്കുന്ന എഡ്വിനയുടെ വാതിലായിരുന്നു. അതെ, നമ്മുടെ ശരിക്കും പാകിസ്ഥാനുമായിട്ട് നിരന്തരമായിട്ടൊരു ഈ മുറിവ്, മുള്ള് എന്നൊക്കെ പറയുന്ന പോലെ ആ കശ്മീർ ഇങ്ങനെ നിലക്കുന്ന, അല്ലെങ്കിൽ അത് 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് തീരുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്. നവംബർ 14 കുട്ടികളെ കൊണ്ട് ഫാൻസി ഡ്രസ് കിട്ടിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.